അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? അതുപോലെ തന്നെ എനക്കും സുഖം തന്നെ. ഇന്ന് നല്ലൊരു ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്ന് കുരുമുളകിൽ വെക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്ന്. അതിലേക്ക് അതിൻ്റെ ഇത് ഞാൻ പറയാം. ഒരു നീരുള്ളി നന്നായി ചെറുങ്ങനെ മുറിച്ചത്, 3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഇത് ചതക്കാൻ പാടില്ല ഈ ബീഫ് കറിക്ക്, 2 തക്കാളി, 2 തക്കാളി. അതിലേക്ക് തന്നെ ഞാനിതാ 1 കിലോ ബീഫ് നന്നായി മുറിച്ച് കഴുകിയിട്ടെടുത്ത് അത് ഞാൻ വാരിയിട്ടിടുന്നുണ്ട്. നമുക്ക് ബീഫിലിടേണ്ട പൊടികളെല്ലാം വറുത്തെടുക്കാം. ഞാൻ ഗ്യാസ് കത്തിക്കുന്നുണ്ട്, അതിലേക്കൊന്ന് പാത്രം വെക്കുന്നുണ്ട്. ഇനി പൊടികളിടുന്നത് ഇതൊന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് ഞാൻ 3 സ്പൂണ് മല്ലിപ്പൊടി, 3 വലിയ സ്പൂൺ തന്നെ, ഇത് 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. 2 സ്പൂണ് മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടിയാണ് 2 സ്പൂൺ. ഒരു 2 സ്പൂണ് കുരുമുളക് പൊടി. ആവശ്യത്തിന് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. നന്നായി ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചു വെച്ചത്. നന്നായി നമുക്കിത് വറുക്കാം. വറുക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ജീരകത്തിൻ്റെയും കുരുമുളകും എല്ലാം നല്ല മണം. പച്ച മല്ലി പൊടിച്ചതല്ലേ, നല്ല മണം. നല്ലോണം കരിയണ്ട, ചെറിയ തീയിൽ നമുക്കിത് വറുത്തെടുക്കാം. അങ്ങനെ പൊടി നന്നായി വറുത്ത് നല്ല മണം വന്ന് നല്ല പൊടി, അധികം കരിയും ചെയ്തുകൂടാ, തീ കുറച്ചിട്ട് വറുത്തതാണ്. പൊടികളെല്ലാം ഇടാം ചെരിഞ്ഞ്. ഞാൻ ഇതിന് ആവശ്യത്തിന് ഉപ്പിടണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പുണ്ടോയെന്ന് കുറച്ച് കഴിയുമ്പോൾ നോക്കാം. കുറച്ച് വെള്ളമൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. എൻ്റെ നീരുള്ളിക്ക് വെള്ളമുണ്ട്, ഇറച്ചിക്ക് വെള്ളമുണ്ട്, തക്കാളിയും വെള്ളമായിട്ട് തന്നെ. അപ്പം നല്ല കുഴച്ച് വെക്കാം നമുക്ക്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്തിട്ട് നോക്കണം. എന്തേ തന്നെ എണ്ണയിൽ വറുത്തിട്ടും ഒന്നും ആക്കണ്ട. ലാസ്റ്റ് നമുക്ക് ചെറിയ ഉള്ളിയും കരിയാകുമ്പോൾ ഒന്ന് കാച്ചി പോരണം. വന്നതിൻ്റെ ശേഷം ഞാൻ കാട്ടിക്കാം. ഇതേപോലെ ആക്കണം. ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും. വെള്ളം ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഒഴിക്കണ്ട. കുക്കർ നന്നായി അടച്ച് വെച്ച് ഞാൻ അതിന് 5 വിസിലടിക്കണം. ബീഫിന് 5 വിസിലടിച്ചാൽ നല്ല ഇതിൽ ഒഴുകുന്നത്. അപ്പോൾ ഇനി അത് വന്നതിന് ശേഷം നമുക്ക് കാണാം. ഞാൻ നമ്മുടെ ബീഫ് കറിയുടെ റെഡിയായോ നോക്കാം. നമുക്ക് നല്ല ഇതിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനെ ചെറിയ ഉള്ളി ഒന്ന് കാച്ചി പോരാം കരിയാകുമ്പോൾ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചെറിയ ഉള്ളി കാച്ചി പോരെ, നന്നായിന് എണ്ണ കായട്ട്. അങ്ങനെ ഉള്ളി, നമ്മുടെ ചെറിയ ഉള്ളി നന്നായി കരിവേപ്പും ചെറിയ ഉള്ളിയും കാഞ്ഞ് നന്നായി ഇനി നമുക്ക് ബീഫിലേക്ക് കൂട്ടാം. ബീഫ് കറിയുടെ റെഡിയായി. ഇനി നമുക്ക് ചോറ് കഴിക്കുന്നത് കാണാം. നമ്മുടെ ബീഫ് കറിയുടെ റെഡിയായി. പത്തിൽ പൊള്ളുന്ന ചോറ്, ഇങ്ങനെയുണ്ട് നോക്കിക്കാം. എന്നിട്ട് വെക്കണം സ്പീൻ വെച്ചിട്ട്.
നല്ല ബീഫാണ്. പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ കൊണ്ടുവന്ന് മാപ്പിള അപ്പം തന്നെ കറി വെച്ചു. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന മക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.